പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ആൾക്ക് ഇടക്കിടക്ക് പറയാനൊരു വാക്ക് ഈ സീരിയലിൽ ഉണ്ടാവും കേട്ടോ. കർമ്മയുണ്ട്, കർമ്മയുണ്ട്, എൻ്റെ അടുത്ത് നിയമമുണ്ട്, കോടതിയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഈ സീരിയലിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഡയലോഗുകളിൽ വേണം. എന്നാലാണ് അതിനൊരു പഞ്ചുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി ഇത് പുറത്തു കൊണ്ടുവരണമല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ പടയാളികളായിട്ടുള്ള കുറച്ച് ആളുകൾ കൂടി വേണം. അദ്ദേഹം പറയുന്നത് അപ്പാടെ മിഴുങ്ങുന്ന കുറച്ച് ആളുകൾ, അയാളുടെ കയ്യാളന്മാരായിട്ട് ഒരു വക്കീലുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കുറച്ച് യൂട്യൂബർമാരൊക്കെ പോക്കറ്റിൽ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഉസിരും പൊളിയില്ലാത്ത ഉളുപ്പില്ലാത്ത കുറെ ആളുകൾ ഇദ്ദേഹത്തിന്റെ കൂടെ വേണം. ഇതാണ് സീരിയലിനെ ഒന്ന് ബലപ്പെടുത്താൻ ഒന്നുകൂടി ഒരു ഇത് കിട്ടുള്ളൂ, ഒരു പഞ്ച് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ അച്ഛൻ സിമ്പിളിന്റെ ഒരു നാൾ വഴികൾ എന്ന് പറയുന്നത്. ഏതോ ഒരു സെമിനാരിയിൽ പഠിച്ചു എന്നുള്ള കള്ളപ്പട്ടം ചാർത്തിക്കൊണ്ട്, കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട വയോധികയെ പറ്റിച്ച് ആ സ്വത്ത് കൈക്കലാക്കി അതിൽ നിന്നും ചാരിറ്റി ചെയ്ത് മുന്നോട്ട് പോയിട്ട് ബാക്കിയുള്ള സ്വത്തെല്ലാം വിറ്റ് പോക്കറ്റിലാക്കി അത് നക്കി യൂറോപ്പിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു സീരിയലിലെ നായകൻ സിമ്പിൾ അച്ഛൻ. കഥ തുടരും. വീണ്ടും എന്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു തിരക്കഥയുടെ പൂർണ്ണരൂപം പറയാനാണ്. ആ തിരക്കഥ വെറും സാങ്കല്പികം മാത്രമാണെന്ന് പറയുന്നു, പിന്നെ അത് റിയലിസ്റ്റിക് ആണെന്ന് പറയുന്നു, പിന്നെ സാങ്കല്പികം മാത്രമാണെന്നും പറയുന്നു. അപ്പോൾ ഈ സാങ്കല്പികം മാത്രമായ ഈ ഒരു കഥയിൽ പലരുടെയും ജീവിതത്തെ വെച്ച് കളിക്കുന്ന ആ ഒരു കളി ഉണ്ടല്ലോ, ആ കളി പലരുടെയും മനസ്സിൽ മുറിവേൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കഥയിലെ റിയൽ കാര്യങ്ങൾ, ആ കഥയിലെ കഥാപാത്രങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കാരണം ഇവിടെ ഈ സന്ദീപ് എന്ന് പറയുന്ന മഹത് വ്യക്തി, യൂട്യൂബർ എന്ന് പറയുന്ന ഈ വ്യക്തി എന്തൊക്കെയോ ഫയൽ പുള്ളിയുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിയുടെ കയ്യിലുള്ളതിനേക്കാട്ടിലും കൂടുതൽ ഫയൽ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ എന്തായാലും ആ സ്റ്റോറിയുടെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യം അങ്ങോട്ട് പറയാൻ പോവുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയണം കേട്ടോ. ഈ കമന്റ് ബോക്സിൽ, അതായത് ഈ സന്ദീപിന്റെ ആ വീഡിയോ ഇട്ട കമന്റ് ബോക്സിൽ നിറയെ ബിഷപ്പിനെ തെറി വിളിച്ചും ബിഷപ്പ് എന്തോ കൊള്ളരുതാത്തവനാണ് എന്ന രീതിയിലുമാണ് കമന്റ് ബോക്സ് നിറയെ. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ബിഷപ്പിനെ നാറ്റിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയത് സന്ദീപ് എന്ന് പറയുന്ന യൂട്യൂബർ തന്നെയാണ്. അവിടെ ഈ പറയുന്ന സന്ദീപ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അപ്പം എന്താണ് അവിടെ നടന്നിട്ടുള്ളത്? സന്ദീപിന്റെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഷപ്പിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേദന വരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോൾ ഈ പറയുന്ന രേണുവിനെ ചേർത്ത് പിടിച്ചു എന്നുള്ള ഒരു കുറ്റമാണ് ബിഷപ്പ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാനും ചെയ്തിട്ടുള്ളത്. എന്റെ കമന്റ് ബോക്സിൽ ഓൻ തനീഷ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബിഷപ്പിനെ ഓന്ത് ബിഷപ്പ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതേക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. എന്തായാലും ഇവിടെ സന്ദീപ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഈ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഈ സന്ദീപിന് മാത്രമല്ല ഇടാൻ അറിയുന്നത്, നമുക്കും ഇടാൻ അറിയാം. അപ്പൊ എങ്ങനെ തുടങ്ങുകയല്ലേ? അപ്പൊ സന്ദീപിന്റെ വീഡിയോ കൊണ്ട് തുടങ്ങട്ടെ. അല്ല, ഇത് നമ്മുടെ സീരിയലിന് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനോട് കഴിയും കേട്ടോ. ഒരുപാട് ഇനിയുമുണ്ട് സാങ്കല്പികമല്ലാത്ത, റിയലിസ്റ്റിക് ആയിട്ടുള്ള എന്നാൽ സാങ്കല്പികമായതുമായിട്ടുള്ള പല കഥകളും നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ ചേർക്കാൻ നല്ലെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ അച്ഛൻ പട്ടത്തിലേക്ക് സിമ്പിൾ അച്ഛൻ കയറുകയാണ്. വൗ, ബ്യൂട്ടിഫുൾ. ഇനിയാണ് ട്വിസ്റ്റ്. വലിയ ട്വിസ്റ്റാണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ട്വിസ്റ്റാണ് എന്റെ പൊന്നു സന്ദീപേ. എന്നാ ട്വിസ്റ്റാന്നറിയാമോ? ആരായാലും സന്ദീപിനോട് പറഞ്ഞു തന്ന ഈ കഥകളിലെ കഥാപാത്രങ്ങളും അതോടൊപ്പം തന്നെ സന്ദീപ് പറഞ്ഞ കഥയിലെ രംഗങ്ങളും സന്ദീപ് പറഞ്ഞ പോലെ അല്ല എന്നുള്ളത് ആദ്യം തന്നെ ഓർമ്മിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, സന്ദീപ് ഇവിടെ ഈ വീഡിയോകളിലൂടെയൊക്കെ പറഞ്ഞു വെക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു സമുദായത്തെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതവും അദ്ദേഹത്തിന്റെ കുടുംബജീവിതവും അദ്ദേഹത്തിന്റെ എന്താ പറയുക, അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ബിഷപ്പ് പട്ടവുമായി ബന്ധപ്പെട്ടും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും സന്ദീപ് പറഞ്ഞ ആ വമ്പൻ വെളിപ്പെടുത്തൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. എങ്ങനെ, തയ്യാറല്ലേ? 83 വയസ്സുകളായിട്ടുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പട്ടിണി കിടന്നിട്ടാണ് മരിച്ചതെന്നൊക്കെയാണ് അവരുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ പറയുന്നത്. അതിന്റെ ശബ്ദ സന്ദേശം കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സ്ത്രീ അവസാന കാലഘട്ടത്തിൽ കോടതി കയറി. അങ്ങനെ ഇവിടെ സന്ദീപ് പറഞ്ഞ ഒരു കാര്യം, ഈ മീനമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പട്ടിണി കിടന്നാണ് മരിച്ചത്. ഇവിടെ സന്ദീപ് പറഞ്ഞു വെച്ചിരിക്കുന്നത് മീനമ്മ എന്ന് പറയുന്ന ആ അമ്മച്ചിയെ പട്ടിണി കിടത്തി കൊന്നുകളഞ്ഞു. അതായത് സ്വത്തെല്ലാം അടിച്ചു മാറ്റിയതിനു ശേഷം ആ മീനമ്മയെ ബിഷപ്പ് പട്ടിണി കിടത്തിയിട്ട് കൊന്നുകളഞ്ഞു. സ്വത്തെല്ലാം അടിച്ചു മാറ്റി 40 കോടിയുടെ സ്വത്ത് വരെ കൈക്കലാക്കി എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ പറയുന്ന മീനമ്മയെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാകില്ലല്ലോ. അപ്പൊ മീനമ്മയെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതാണ് മീനമ്മ എന്ന് പറയുന്ന അമ്മ. ഓക്കെ, സന്ദീപിന് എന്തുവായാലും ഈ ഫയലുകൾ കൊണ്ടുതന്ന ആൾക്കാര് മീനമ്മയുടെ ഫോട്ടോ തന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും മീനമ്മ എന്ന് പറയുന്നത് സന്ദീപ് കാണാനായിട്ട് കാണിച്ചു തരികയാണ്. ഇതാണ് മീനമ്മ എന്ന് പറയുന്ന അമ്മ. അമ്മയുടെ പേര്
മറിയാമ്മ ജോൺ എന്നാണ്. ഓക്കെ, അതായത് കുഞ്ഞമ്മ എന്ന് വിളിക്കും. 98-ാമത്തെ വയസ്സിലാണ് അമ്മച്ചി മരിക്കുന്നത്. ഓക്കെ, അമ്മച്ചിയുടെ ആ മരണസമയത്ത് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇപ്പൊ കാണുന്നത്. ദീർഘകാലം കുവൈറ്റിൽ നേഴ്സായിരുന്നു. സംസ്കാരം 2 മണിക്ക് സ്വഭവനത്തിൽ ശുശ്രൂഷകൾക്ക് ശേഷം 4-ന് മുണ്ടുകുഴി സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് പള്ളിയിൽ അഭിമന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പരേതനായ പത്തനംതിട്ട ചുരുളിക്കോട് അമ്പലവേലിൽ കുടുംബാംഗമാണ് സഹോദരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താരെ സഹോദര പൗത്രൻ റവറൻ ഫാദർ നോബൽ ഫിലിപ്പ് അമ്പലവേലി ആംഗ്ലിക്കൻ ചർച്ച് ബന്ധുമിത്രാദികൾ ഇത്രാദി കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് കണ്ടല്ലോ, അടക്കത്തിന്റെ അന്നത്തെയാണ്. ഇതാണ് അമ്മ. കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടു നോക്കൂ. അപ്പൊ കഥയിലെ കഥാപാത്രം എന്ന് പറയുന്ന ഈ പറയുന്ന മീനമ്മയെ നിങ്ങൾ കണ്ടല്ലോ. ഇനിയും പട്ടിണി കിടത്തിട്ടാണോ കൊന്നു കളഞ്ഞ എന്നുള്ള കാര്യമാണ് നമുക്കിനി അടുത്തത് പറയാനായിട്ടുള്ളത്. അത് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. തുടരട്ടെ. അച്ഛന് നമുക്ക് എന്തായാലും ഈ കഥ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു പേരിടേണ്ടതായിട്ടുണ്ട്. ഈ സാങ്കല്പിക കഥയിൽ അച്ഛന് പേര് നൽകിയിട്ടില്ല കേട്ടോ, വലിയൊരു വിഡിത്തരായി പോയി. അച്ഛന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേരിടാം. സിമ്പിൾ, നല്ല പേരല്ലേ, സിമ്പിൾ. ഈ സിമ്പിൾ അച്ഛൻ എങ്ങനെയാണ് ഈ അച്ഛനായത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സീരിയലിന് കൊടുക്കാനുള്ള തിരക്കഥയാണ് ഇതിലുള്ളത്. അതെ, നിങ്ങൾ കേട്ടതുപോലെ തന്നെ മീനമ്മ സിമ്പിൾ അച്ഛൻ. ഈ സിമ്പിൾ അച്ഛൻ അവസാനം വിഷപ്പാമ്പാകുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് വരാം. ആദ്യം നമ്മൾ ഈ പാർട്ട് 1 തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ സന്ദീപ് ഇങ്ങനെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇടുമ്പോ നമുക്കും എന്തേ ഇട്ടൂടാ? എപ്പടി അച്ഛനായത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സീരിയലിന് കൊടുക്കാനുള്ള തിരക്കഥയാണ് ഇതിലുള്ളത്. അതെ, നിങ്ങൾ കേട്ടതുപോലെ തന്നെ മീനമ്മ അൺടോൾഡ് സ്റ്റോറി എന്ന ഈ ഒരു കഥ, ഈ ഒരു സാങ്കല്പിക കഥ സീരിയൽ ആവാൻ പോവുകയാണ്. അതെ മക്കളെ, അതെ, തുടങ്ങാല്ലേ? സീരിയലാക്കണം, പെട്ടെന്ന് തന്നെ സീരിയലാക്കണം. ആ ഇതുണ്ടല്ലോ, ആ എഴുതിയിരിക്കുന്ന തിരക്കഥ സിനിമയാക്കണം. അതിനകത്ത് നല്ല ഒരു നടനെ വെക്കണം. നടനെ ഞാൻ സെറ്റാക്കി തരാം. അപ്പൊ അത് നമ്മൾ സീരിയലാക്കണം. സീരിയലല്ല, നമുക്ക് സിനിമയാക്കാമേ. അതുപോലത്തെ ഒരു സ്റ്റോറി ആയിരിക്കുമല്ലോ ഇപ്പൊ സന്ദീപിന്റെ കയ്യിലുള്ളത്. സന്ദീപ് എഴുതി വെച്ചിരിക്കുന്ന ആ സ്റ്റോറിയുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, സാങ്കല്പികമായിട്ടുള്ള, എന്നാൽ സാങ്കല്പികമല്ലാത്ത ആ സ്റ്റോറിയിലെ കഥാപാത്രങ്ങൾ വേണ്ടേ? അത് നമുക്ക് സെറ്റാക്കാം കേട്ടോ സന്ദീപേ, നമുക്ക് സെറ്റാക്കാം. പത്തനംതിട്ടയിലെ ഒരു 1,00,000 വീട് കോളനിയിലാണ് കഥ നടക്കുന്നത്. 1979, 89, 99. ഒരു 9. അതെ, ഒരു 9 തന്നെ. അപ്പൊ തുടങ്ങാം. അതെ, ഒരു 9. അതെ, ഒരു 9. ഓക്കെ. പത്തനംതിട്ടയിലെ ഒരു 1,00,000 വീട് കോളനിയിലാണ് സിമ്പിൾ എന്ന് പറയുന്ന വ്യക്തി ജനിക്കുന്നത്. സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, സാധാരണക്കാരനായി വാഴുന്ന ആ കാലഘട്ടത്തിൽ ഇവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മീനമ്മ എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രം. മീനമ്മ കല്യാണം കഴിച്ചു. അധികം നാളൊന്നും ആ ബന്ധം മുന്നോട്ട് പോയില്ല. ആ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് മീനമ്മ തികച്ചും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അവര് കുവൈത്തിലും ഖത്തറിലും അങ്ങനെ പലയിടങ്ങളിലും പണിയെടുത്ത് അത്യാവശ്യം നല്ല സമ്പത്ത് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇവരുടെ സമ്പത്ത് ഇവിടെ ഈ കഥയിൽ പറയുന്നത് എന്താ പറയുക, ഈ മീനമ്മയെ കുറിച്ച് പറയുന്നത് കുവൈറ്റിലെ നേഴ്സാണ് സമ്പത്തുണ്ടാക്കി എന്നുള്ളതൊക്കെ സത്യമാണ്. കൈയടിക്കൂ സന്ദീപേ, നീ കണ്ടുപിടിച്ചതിൽ ഇത് സത്യം തന്നെയാടാ. അടുത്തത്. അങ്ങനെ പലയിടങ്ങളിലും പണിയെടുത്ത് അത്യാവശ്യം നല്ല സമ്പത്ത് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനോ ഇവരുടെ സമ്പത്ത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ കുറെ ആളുകൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ കൂടെ വന്നത് നിനക്ക് ഈ ഫയൽ തന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോ എങ്ങനെ പോരട്ടെ. ഫ്ലോ കളഞ്ഞു. ഇതൊരു കട്ടന്ന് ബിൽഡപ്പ് എടുത്ത് വന്നതാ. ഓക്കെ. അപ്പോൾ 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഈ സിമ്പിൾ എന്ന ഈ മനുഷ്യൻ എങ്ങനെയാണ് ഒരു അച്ഛനായത് എന്നും, എങ്ങനെയാണ് ഒരു ഡോക്ടറെ കല്യാണം കഴിച്ചതെന്നും, അത് കഴിഞ്ഞ് മറ്റൊരു വിവാഹം കഴിച്ചതെന്നും, അതിലൊരു കുഞ്ഞുണ്ടായത് പണ്ടാറും കഥയുടെ എല്ലാ ടെസ്റ്റും അങ്ങനെ പറഞ്ഞു പോകുന്നത്. സോറി, അങ്ങനെ പത്തനംതിട്ടയിലുള്ള ആ ഡോക്ടറെ കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞ് വേറൊരാളെ കല്യാണം കഴിച്ചു, അതിലൊരു കൊച്ചൊക്കെ ഉണ്ടോ? ആണല്ലോ. സന്ദീപ് എല്ലാം കണ്ടുപിടിച്ചു. ഇപ്പോ അവിടുന്ന് കേട്ടോ, ഈ തുടക്കം തന്നെ എല്ലാ ടെസ്റ്റും അങ്ങ് പറഞ്ഞു വെക്കാതെ ബാക്കി പറ. എന്തുവാ ഇത്? ബാക്കി പറ. പത്തനംതിട്ടയിലുള്ള ആ ഒരു കോളനിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നുകൂടി വരുമായിരുന്നു എന്നുള്ളതാണ്. അതായത് ദൈവികമായിട്ടുള്ള എന്തോ തന്നിലുണ്ട് എന്നും, പല കാര്യങ്ങളും ടെലിപ്പതി പോലെ പറയാനുള്ള ഒരു കഴിവ് ആൾക്ക് കിട്ടി. വീട്ടുകാരും വിചാരിച്ചു ഇവന് എന്തൊക്കെയോ കഴിവുണ്ട് എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ 10ാം ക്ലാസ് തോറ്റു കേട്ടോ. എന്തിനത് പറഞ്ഞു. ഓക്കെ, ഒരു ദിവസം അദ്ദേഹം സന്ദീപേ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ അറിഞ്ഞത് പുള്ളി 5ാം ക്ലാസ് വരെ പോയിട്ടില്ലെന്നാ. 4ാം ക്ലാസ്സിലെങ്ങാണ്ട് പുള്ളിക്കാരൻ പഠിത്തം നിർത്തിയെന്നാ ഞാൻ അറിഞ്ഞത്. ഈ സന്ദീപിന് എവിടുന്നാണ് ഈ 10ാം ക്ലാസ് വരെ കിട്ടിയത്? 10ാം ക്ലാസ് തോറ്റു എന്നാ സന്ദീപിന് കിട്ടിയേക്കുന്നത് കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന് പഠിത്തമൊന്നുമില്ല. പുള്ളിക്കാരൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, 4ാം ക്ലാസ് പഠിച്ചിട്ടില്ല. കൊള്ളാം. ബാക്കി. ഒരു ദിവസം അദ്ദേഹം ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു അച്ഛനെ കുറിച്ച് എന്തോ ഒരു കാര്യം പ്രവചിക്കുകയാണ്. ആ പ്രവചനം ഇഷ്ടപ്പെടാത്ത ആ മനുഷ്യൻ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ഈ പറയുന്ന സിമ്പിൾ എന്ന് പറയുന്ന വ്യക്തിയെ.
പിന്നീട് അങ്ങോട്ട് ഒരു ഭ്രാന്തനെ പോലെ ഒരു മാനസിക വിഭ്രാന്തി ആൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഈ ആത്മീയത വലിയ രീതിയിൽ തലയിലേക്ക് കുത്തിക്കയറി. പിന്നീട് അങ്ങോട്ട് ഓരോ പ്രവചനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി. ഇതൊക്കെ കണ്ട സിമ്പിളിന്റെ ഫാമിലി വിചാരിച്ചു ഇവനിൽ എന്തോ കഴിവുണ്ട് എന്നുള്ളത്. പക്ഷേ കഥ മാറുന്നത് പിന്നീടാണെന്നുള്ളതാണ്. ഈ ഒരു വേഷത്തിലേക്ക് അദ്ദേഹം കയറിയത് എങ്ങനെ? ഏത് സെമിനാരിയിലാണ് അച്ഛൻ പട്ടത്തിന് പഠിച്ചത്? ഏത് പള്ളിയിലാണ് ആദ്യ കുർബാന ചൊല്ലിയത് എന്നുള്ളതാണ്. സംശയങ്ങൾ ഒരുപാടുണ്ട്. ഓക്കെ, അങ്ങനെ ആളൊരു യുവാവായി മാറി. പിന്നീട് UK, കാനഡ, അമേരിക്ക അങ്ങനെ പലയിടങ്ങളിലേക്ക് സംശയം ഒരുപാടുണ്ട്. സംശയങ്ങളൊക്കെ നമുക്ക് തീർക്കാം. സന്ദീപിന്റെ സംശയങ്ങളെല്ലാം നമുക്ക് തീർക്കാം. സന്ദീപിന്റെ സംശയങ്ങൾ തീർത്തില്ല പിന്നെ ആരുടെ സംശയങ്ങളാണ് തീർക്കുന്നേ? കാരണം സന്ദീപാണല്ലോ ഈ ആൾക്കാരിലേക്ക് ഈ കഥ ഇട്ടുകൊടുത്ത് ബിഷപ്പിന്റെ കുടുംബചരിത്രവും ബിഷപ്പിന്റെ കല്യാണം കഴിച്ച ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടു തന്നത്. സന്ദീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ പേര് വന്നുകൊണ്ട് ഈ പറയുന്ന ബിഷപ്പിനെ ചെളിവാരി എറിയാനായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയണ്ടേ എന്റെ പൊന്നു സന്ദീപേ? അപ്പൊ ഈ സന്ദീപ് പറഞ്ഞ ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരെന്ന് ഈ നാട്ടിലെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. സന്ദീപ് സാങ്കല്പികമാണെന്ന് പറഞ്ഞാൽ മാത്രം പോരായല്ലോ. അപ്പോ ആ സാങ്കല്പിക കഥാപാത്രത്തിന്റെ എന്താണ് സന്ദീപ് അതിലൂടെ ഉദ്ദേശിച്ചത് എന്നുള്ളത് അറിയണ്ടേ? ായി മാറി. പിന്നീട് UK, കാനഡ, അമേരിക്ക അങ്ങനെ പലയിടങ്ങളിലേക്കും അദ്ദേഹം കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഒരു ട്രസ്റ്റിന്റെ പേരും പറഞ്ഞിട്ട് സമ്പത്ത് പിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമ്പത്ത് പിരിക്കുന്ന പരിപാടിയൊക്കെ മണി ലോണ്ടറിംഗ് ഒക്കെ ചില യൂറോപ്പ് രാജ്യങ്ങൾ നിരോധിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ബാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് പോകാൻ കഴിയുമോ? പടച്ച തമ്പുരാൻ അറിയാം. ആ ഒരു രീതിയിലാണ് ആൾ മുന്നോട്ട് പോയിരുന്നത്. ശരി. അദ്ദേഹത്തെ അവിടെ എല്ലാം ബാൻ ചെയ്തേക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസവും അദ്ദേഹം പോയിട്ട് വന്നത്. കഴിഞ്ഞ മാസവും അദ്ദേഹം വിദേശത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. ബാൻ ചെയ്തതാണേ. എന്നാലും നിനക്ക് ഈ ഫയൽ തന്നത് നീ ഇങ്ങനെ വിശ്വസിച്ച് വീഡിയോ ഇട്ടല്ലോ. നീ എന്തൊരു യൂട്യൂബറാടേ. സത്യം മനസ്സിലാക്കി വീഡിയോ ഇടണ്ടേ? നിന്റെ വീഡിയോ കാണുന്നവരെ നീ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നേ? എന്നിട്ട് പറയും ഞാൻ സത്യത്തിന്റെ കൂടെയാണ്, ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ. എന്ത് സത്യമാ? യുവത്വം തിളച്ചു നിൽക്കുന്ന ആ ചോരത്തിളപ്പിൽ അദ്ദേഹം ഒരു വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിക്കാനായിട്ട് മലമ്പുള്ളി എന്ന സ്ഥലത്ത് ഒരു ഡോക്ടറെ പെണ്ണ് കാണാൻ പോവുകയാണ്. അവിടെ ചെന്ന് ഞാൻ ഒരു അച്ഛനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിമ്പിൾ അവിടെ സ്വയം അവതരിക്കുന്നത്. കല്യാണം കഴിഞ്ഞു 3-4 ദിവസത്തിനുള്ളിൽ വീട്ടുകാർക്ക് കാര്യം മനസ്സിലാവുന്നു, ബന്ധമങ്ങ് വിച്ഛേദിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ഫ്ലോപ്പ്. ഒന്നാമത്തെ കല്യാണം, അതായത് മലമ്പള്ളിയിലുള്ള ഒരു ഡോക്ടറെയാണ് കല്യാണം കഴിച്ചതെന്നാണ് ഇവിടെ സന്ദീപ് പറയുന്നത്. ഇവിടെ 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഒരാൾക്ക് ആരാണ് ഈ ഡോക്ടറെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. അപ്പം മലമ്പള്ളിയിലുള്ള ആ ഒരു ഡോക്ടറെ കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സഭയിൽ, ആംഗ്ലിക്കൻ സഭയിൽ ഈ ബിഷപ്പുമാർക്ക് കല്യാണം കഴിക്കാം, അതോടൊപ്പം CSI ഉള്ള ബിഷപ്പുമാർക്കൊക്കെ കല്യാണം കഴിക്കാം. അത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇവിടെ ആദ്യം ബിഷപ്പ് കല്യാണം കഴിച്ച ആള് കുറച്ച് ദിവസം മാത്രമേ നിന്നുള്ളൂ. പിന്നെ അടുത്തൊരു കല്യാണം കഴിക്കുന്ന കാര്യവും പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കാം. രണ്ടാമത്തെ കല്യാണം തിരക്കഥയ്ക്കുള്ള നോട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കല്യാണം ആലുവയിലാണോ അല്ലെങ്കിൽ ഇനി ഫോർട്ട് കൊച്ചിയിലാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും കല്യാണം കഴിച്ചു, അതിലൊരു സന്തതിയുണ്ട്. ആ സന്തതി ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കറിയാം? ദൈവം തമ്പുരാൻ പോലും അറിയില്ല എന്നുള്ളതാണ്. അതാണ് സിമ്പിൾ എന്ന് പറയുന്ന മനുഷ്യന്റെ സിമ്പിൾ ആയിട്ടുള്ള മനോഭാവം എന്നുള്ളതാണ്. അയ്യോ, അപ്പൊ രണ്ടാമത്തെ ഈ പറയുന്ന കല്യാണത്തിൽ ഒരു കൊച്ചുണ്ടെന്നാ പറയണേ. ആ കൊച്ചിനെ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആർക്കറിയാമെന്ന്. അതെന്തേ സന്ദീപ്, അതുകൂടെ തിരക്കണ്ടായിരുന്നോ? അത് തിരക്കണം. കാരണം ആ കോടതിയിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കണം, അവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതുകൂടെ അറിയണ്ടേ? അതല്ലയോ ചെയ്യേണ്ടത്. പിന്നെ ഈ പറയുന്ന ബിഷപ്പ് ഈ പറയുന്ന രണ്ടുപേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് കൊണ്ടുവരണം. എന്തായാലും ബിഷപ്പ് പറഞ്ഞിട്ടില്ല എന്റെ ഭാര്യമാരെ കൊണ്ടുവരണമെന്നൊന്നും. ഇവിടെ സന്ദീപ് പറയുന്നത് കൊണ്ട് തന്നെ ആ ബിഷപ്പിന്റെ കല്യാണം കഴിച്ച അവരുടെ വോയിസോ അവരുടെ ഡീറ്റെയിലോ ഈ പറയുന്ന ഈ കൊച്ചിന്റെ പിതൃത്വം തെളിയിക്കുന്ന എന്തെങ്കിലുമോ അല്ലെങ്കിൽ ചെലവിന് കൊടുക്കുന്നില്ല എന്നുള്ള കോടതിയുടെ എന്തെങ്കിലും ഡീറ്റെയിലോ കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം വെച്ചാണല്ലോ ഈ കളിക്കുന്നത്. അപ്പൊ അത് പറയണമല്ലോ, അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെ പ്രത്യേകിച്ച് പറയണം, ആ ഡോക്ടർ ഇപ്പോഴെങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഡോക്ടറുടെ ഒന്ന് കൊണ്ടുവരണം കേട്ടോ. കാരണം ഈ പറയുന്ന ഈ ബിഷപ്പിനാണെങ്കിൽ പലവിധ അസുഖങ്ങളിലൂടെ കടന്നു പോവുക. അപ്പൊ ഈ പുള്ളിക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും മരുന്ന് കൊടുക്കാനും അല്ലെങ്കിൽ എന്താ പറയുക അദ്ദേഹത്തിന്റെ ആരോഗ്യം ഒന്ന് പരിശോധിക്കാനും, അത് മാത്രമല്ല ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഷപ്പിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയിൽ കിടക്കുകയാണ്. 10-78 വയസ്സുണ്ട് അമ്മയ്ക്ക്. ആ അമ്മയെ ഒന്ന് നോക്കാൻ ഒരു ഡോക്ടറിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഡോക്ടർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. പിന്നെ അത് മാത്രമല്ല, പിന്നെ രണ്ടാമത്തെ ഒരാൾ അദ്ദേഹത്തെ ടീച്ചറാണെങ്കിൽ അത് ബിഷപ്പിന്റെ അടുത്ത് നിർത്തിയാൽ മതി. ബിഷപ്പിന് ഒരു അടിയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ബിഷപ്പിന്റെ അടുത്ത് അവരെ നിർത്തിയാൽ മതി. പിന്നെ ഈ പറഞ്ഞ 2 ഭാര്യമാരിൽ ഒതുക്കിയത് എന്താണ് സന്ദീപേ? മൊത്തത്തിൽ 10-15 ഭാര്യമാരുണ്ടെന്നാണ് പൊതുവെ പറച്ചില്. ഇനി ബാക്കി 13 എണ്ണത്തിന് സന്ദീപ് എവിടെ നിന്ന് ഒപ്പിക്കും? അപ്പം ബാക്കി 13 എണ്ണത്തിനോട് ഒപ്പിച്ചോണ്ട് വന്നാൽ നല്ല കാര്യമായിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിഷപ്പിന്റെ മറ്റേ കോണ്ടസ കാറയില് കൊടി വെച്ച കോണ്ടസ കാറയില് നമുക്ക് കൊണ്ടുവന്ന ഒരു ഇറക്കിറക്കാം. നല്ല ഗെറ്റപ്പായിരിക്കും. ബിഷപ്പും 15 ഭാര്യമാരും എങ്ങനെ ഇരിക്കുന്നു? അത് കൊള്ളാം. എന്തായാലും അത് കൊള്ളാം കേട്ടോ, അത് പൊളിക്കും. അടുത്ത കഥ നമുക്ക് അങ്ങനെ ആക്കാം.
അടുത്ത കഴിഞ്ഞില്ല. ഇനിയാണ് കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. അതായത് മീനമ്മക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട് കേട്ടോ. മീനമ്മയുടെ അടുത്ത് മറ്റൊരു യുവാവ് 21 വർഷത്തോളമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ധാരണയിൽ മീനമ്മയെ നോക്കാൻ വേണ്ടി കൂടിയത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ 2010 ആ ഇരുണ്ട രാത്രിയിൽ മീനമ്മയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാനും അയാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ മനുഷ്യന് നമുക്കൊരു പേരിടാം, മീൻചട്ടി എന്നാണ് പേര്. അതെന്തുകൊണ്ടാണ് ആ പേരിട്ടത് എന്ന് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. മീൻചട്ടി കേട്ടോ. മീൻചട്ടി പതിയെ മീനമ്മയുടെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ ഒരു പേപ്പറിലേക്ക് എഴുതി വാങ്ങി ഒപ്പിട്ടതിന് ശേഷം ഉറങ്ങാൻ കിടന്ന മീനമ്മയുടെ മുഖത്തേക്ക് ഒരു തലയിണ വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. മീനമ്മ ബുദ്ധിപരമായി ഒരു നീക്കം ചെയ്യുന്നു, മരിച്ചതായി അഭിനയിക്കുന്നു. ഉടനെ തന്നെ ഈ മീൻചട്ടി ചേട്ടൻ കാനഡയിലുള്ള ഇവരുടെ സഹോദരി വിളിച്ച് പറയാണ് മീനമ്മക്ക് ശ്വാസം മുട്ടലാണ് എന്നുള്ളത്, അവർ മരിച്ചു എന്നുള്ളത്. ഉടനെ തന്നെ മീനമ്മ സടകുട എണീറ്റ് ആ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചെടുത്ത് ആ കാര്യം അങ്ങ് പറയാണ് ഈ മീൻചട്ടി എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിനും ഈ സ്വത്തിൽ ഒരു ചെറിയ പങ്കുണ്ട് കേട്ടോ. പക്ഷേ വിധി മറ്റൊന്നായിരുന്നുള്ളതാണ്, ആൾ ജയിലിൽ കിടക്കുന്നു. പെട്ടെന്ന് സിമ്പിൾ അച്ഛന് പുറമെ മറ്റൊരു കഥാപാത്രം കയറി വന്നാലും വിചാരിക്കേണ്ട, സീരിയൽ അല്ലേ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളില്ലെങ്കിലും മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. പ്രായമായിട്ട് കിടക്കുന്ന മീനമ്മ ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്ത് തട്ടിപ്പറിച്ചിട്ട് എന്നെ ഇവൻ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറച്ചില്. ഇത് ആരാടാ അപ്പൊ നിനക്ക് ഈ കഥ തന്നത്? എന്നാ ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. തലയണ വെച്ച് ഇതാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നാട്ടുകാരൊക്കെ ഓടിക്കൂടി ആ വീട്ടിൽ ജോലിക്ക് നിന്ന അവരൊക്കെ വിളിച്ചു പോവുകയും തുടർന്ന് പോലീസ് വന്ന് ഇവനെ അറസ്റ്റ് ചെയ്യുകയും ഇവൻ ഇപ്പൊ ജയിലിലും ഒക്കെയാണ്. കാര്യം അത് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഞാനിത് പറയുന്നത് ബിഷപ്പിനെ സ്നേഹിക്കുന്ന, സത്യം അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഈ കള്ളക്കഥകൾ പറഞ്ഞ് ബിഷപ്പിനെ അടിച്ചതാക്കുകയും സത്യങ്ങളുടെ പുറകെ പോകാതെ കള്ളങ്ങളുടെ പുറകെ പോയിക്കൊണ്ട് ആ പ്രോത്സാഹിപ്പിക്കാൻ നടക്കുന്നവർക്ക് വേണ്ടിയല്ല, സത്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ളവർക്കാണ്. ഇവിടെ സന്ദീപിന് ആരോ ഫയൽ കൊടുത്ത് വീഴ്ത്തിയതാണ്, അതിന്റെ പിന്നിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മീനമ്മയും സിമ്പിൾ അച്ഛനും മാത്രം മതിയോ? അല്ല. അങ്ങനെ സിമ്പിൾ അച്ഛന്റെ രംഗപ്രവേശനാണെന്നുള്ളതാണ്. മീനമ്മ ഒറ്റപ്പെട്ടു. മീനമ്മയെ സംരക്ഷിക്കാം എന്ന പേരും പറഞ്ഞുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. മീനമ്മ വയോധികയാണ്, അതുകൂടാതെ തന്നെ ഒരുപാട് മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. മീനമ്മയെ ആത്മീയത. അതെ, ഇനിയുമാണ് നമ്മൾ കേൾക്കേണ്ടത്. മീനമ്മയുടെ സ്വത്താണല്ലോ അടിച്ചു മാറ്റിയത്. അപ്പൊ മീനമ്മയാണല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തിൽ കൊണ്ടുവെക്കുന്നത്. കാരണം ഒരാളുടെ കുടുംബത്തിന്റെ സ്വത്തിലാണ് കയറി കൈവച്ചിരിക്കുന്നത്. അപ്പൊ ആ കൈവച്ച കാര്യം അപ്പൊ നമുക്കൊന്ന് അറിയണമല്ലോ, എന്താണ് അത്? ഈ മീനമ്മ ആരാണ്? മീനമ്മയുടെ സ്വത്ത് ബിഷപ്പ് അടിച്ചു മാറ്റിയതാണോ? അതല്ലേ നമുക്കറിയേണ്ടത്. പോരട്ടെ. മീനമ്മയെ ആത്മീയതയുടെ വലയിലേക്കാണ് നമ്മുടെ സിമ്പിൾ അച്ഛൻ ഇട്ടത് എന്നുള്ളതാണ്. സിമ്പിൾ അച്ഛന്റെ ഈ അച്ഛൻ പട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ കാര്യം ഉണ്ട് കേട്ടോ. പക്ഷേ ഒന്നൊന്നര കോമഡിയാണ്, അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ മീനമ്മയുടെ അച്ഛന്റെ ഈ ബിഷപ്പ് പട്ടവുമായി ബന്ധപ്പെട്ടുള്ള കോമഡി അത് നമുക്കൊന്ന് കേൾക്കണം. അത് പിന്നെ കേൾക്കാം. ആദ്യം നമുക്ക് മീനമ്മയുടെ കഥ കേട്ടുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിലേക്ക് പോകാം. ആദ്യം ഈ മീനമ്മയുടെ കഥ എന്ന്. മീനമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, മീനമ്മയുടെ കയ്യിലുള്ള സ്വത്തൊക്കെ എനിക്ക് എഴുതി തരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾ വയോധികയാണ്, ഇത് പാവപ്പെട്ട ആളുകൾക്ക് എഴുതി കൊടുക്കുകയോ ഒരു വൃദ്ധസദനം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു അനാഥാലയം ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പടച്ചോൻ നമുക്ക് പുണ്യം തരും, സ്വർഗം തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൈസായിട്ട് എഴുതി വാങ്ങുകയാണ്. അങ്ങനെ 4 ഏക്കർ ഭൂമിയോളം അയാൾ എഴുതി വാങ്ങിയ ഭൂമി 1 കോടി രൂപയുടെ മുകളിലാണ് വിൽപ്പന നടത്തിയത്. ഇതൊന്നും മീനമ്മ അറിഞ്ഞില്ല. മീനമ്മ തയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങുന്നു. 4 ഏക്കറേ അല്ല, അത് കുറഞ്ഞു പോയി. അത് കുറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. എന്നാലും കഥയിൽ ചോദ്യമില്ല. എന്റെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങുന്നു, എന്റെ പേരിൽ ഒരു അനാഥാലയം തുടങ്ങുന്നു, എന്റെ പേരിൽ ഒരു വൃദ്ധസദനം വരുന്നു എന്നുള്ളതാണ്. പാവം മീനമ്മയെ സിമ്പിൾ അച്ഛൻ സിമ്പിളായിട്ട് അത് പറ്റിച്ചു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ്. മീനമ്മ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. മീനമ്മ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നു. മീനമ്മയുടെ മറ്റ് അവകാശികളായിട്ടുള്ള കുടുംബക്കാരെയും കാര്യങ്ങൾ അറിയിക്കുന്നു. കേസുമായി മുന്നോട്ട് പോകുന്നു. മീനമ്മയെ എന്നല്ല, ആളുകളെ പറ്റിക്കുന്ന കാര്യത്തിൽ, ആളുകളെ വലയിലാക്കുന്ന കാര്യത്തിൽ ഈ സിമ്പിൾ അച്ഛൻ കേമനാണ് കേട്ടോ. മീനമ്മയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിക്കുഴിയിലുള്ള ഏതോ ഒരു തിരുമേനിയുടെ അടുത്ത് പോയിട്ട് ഒരു സെൽഫി എടുക്കുന്നു. മീനമ്മ കണ്ടില്ലേ, എന്റെ തിരുമേനിയാണ് ഇത്, ഇവരാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ആധാരം എഴുതി വാങ്ങുന്നത്. പ്രായമായ ആളുകളല്ലേ, അത്തരം ആളുകൾക്ക് ദൈവഭക്തി വിശ്വാസം കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ മീനമ്മയെ പറ്റിച്ചു എന്നാണ് പറയുന്നത്. മീനമ്മയെ പറ്റിച്ച് സ്വത്ത് കൈക്കലാക്കി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ മീനമ്മയെ പറ്റിക്കാൻ വേണ്ടി ബിഷപ്പ് ചെയ്തത്, എവിടോ പോയി റാന്നിയിലുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ചുമ്മാ ബിഷപ്പട്ടം മേടിച്ചെടുത്തു എനിക്ക് വന്നെന്നാ പറയുന്നത്. 10ാം ക്ലാസ്സിൽ തോറ്റെന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ചുമ്മാ പോയി ഒരു ബിഷപ്പട്ടം ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും പറയുന്നത് പോകട്ടെ, ഒത്തിരി സമയമാകുന്നു. അതുകൊണ്ടാണ് ഞാനിത് പാർട്ട് അടുത്തതാക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഈ സന്ദീപ് സമ്മതിക്കുന്നില്ല. ഓക്കെ, എന്തായാലും അത് പറയട്ടെ. എന്നുള്ളതാണ്. എഴുതി അങ്ങ് കൊടുത്തു. അവസാനം വെള്ളത്തിലിട്ട വര പോലെയായി എന്നുള്ളതാണ്. വരയും കാണാനില്ല, അവസാനം വെള്ളവും കാണാത്ത അവസ്ഥയായി. കാരണം സിമ്പിൾ അച്ഛൻ കേസ് കൊടുത്തതിന്റെ സങ്കടത്തിൽ അങ്ങ് അതൊക്കെ മോന്തി കുടിച്ച് കൊള്ളാല്ലേ. ഈ 4 ഏക്കർ ഭൂമി കയ്യിലാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് കൂട്ടാളിയായിട്ട് ഒരു കൂട്ടാളി വേണമല്ലോ. ആ ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ലോ. കാരണം 10ാം ക്ലാസ് തോറ്റ ഇയാൾക്ക് എവിടെ അത്രമാത്രം ബുദ്ധി. അതിന് പത്തനംതിട്ടക്കാരനായിട്ടുള്ള ഒരു വക്കീലുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് നമുക്കൊരു പേരിടാം. അദ്ദേഹത്തിന്റെ പേരാണ് പീറ്റർ. കുഴപ്പമില്ലല്ലേ, പീറ്റർ അതവിടെ കിടക്കട്ടെ എന്നുള്ളതാണ്. 2 അക്കമുള്ള പേരാണ് ഉദ്ദേശിച്ചത്, വേണ്ട 3 ആയിക്കോട്ടെ. അടുത്തത് ഈ സിമ്പിൾ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ അച്ഛനായി എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഈ പറയുന്ന ആരാണ്, മീനമ്മയെ കുറിച്ച് ഇവിടെ പറഞ്ഞു വെച്ചല്ലോ. മീനമ്മയുടെ സ്വത്ത് അടിച്ചു മാറ്റി മീനമ്മയെ പട്ടിണിക്കിട്ട് കൊന്നുകളഞ്ഞു എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ മീനമ്മയുടെ ഈ കാര്യം ഒന്ന് കേട്ടു നോക്കണം. ഓക്കെ, ഇത് മീനമ്മയുടെ അവസാന ചടങ്ങുകൾ നടക്കുന്ന ഫോട്ടോകളാണ് ഈ കാണുന്നത്. മീനമ്മയുടെ
അവസാന ചടങ്ങില് വലിയ വലിയ തിരുമേനിമാരൊക്കെ പങ്കെടുത്തിരുന്നു, അച്ഛന്മാര് പങ്കെടുത്തിരുന്നു. അങ്ങനെ ഈ അമ്മയുടെ ശവസംസ്കാര ചടങ്ങ് നടത്തിയത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഈ പറഞ്ഞ സ്വത്ത് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ ഈ അമ്മയുടെ സ്വന്തം വോയിസിൽ പറയുന്ന കാര്യമാണ് ഇത്. നിങ്ങൾ മീനമ്മയെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്. മീനമ്മ പറയുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ അവകാശം പറഞ്ഞു വരുന്നവരുടെ അകലെ നിൽക്കാൻ എനിക്ക് ആരും കടപ്പാടില്ല. എനിക്ക് 10 വയസ്സ് തന്നെ സഹായിച്ചവരാരും അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ വളരെ വ്യക്തമാണ് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. നേരത്തെ ഉണ്ടായിരുന്നു പറയില്ല. ഇല്ല അതാണ് ആരും തടസ്സപ്പെടുത്തുന്നില്ല. അച്ഛന് മുൻപോട്ട് ഇപ്പൊ എന്റെ ആഗ്രഹം നിവർത്തിക്കാമെന്ന് പറഞ്ഞ് മുൻപോട്ട് വന്നത് എനിക്കതൊരു സഹായം. കേട്ടല്ലോ അമ്മയുടെ സ്വന്തം വോയിസിൽ അമ്മ പറയുന്നത്. പട്ടിണി കിടത്തി കൊന്ന അമ്മയാണ് ഈ പറയുന്നത്. അമ്മയുടെ സ്വന്തം വോയിസിൽ അമ്മ പറയുന്നതാണ്. അമ്മ ഈ പറയുന്ന ബിഷപ്പിന് അമ്മയുടെ ഇഷ്ടപ്രകാരം എഴുതി കൊടുത്തതാണ് ഇത്. ഈ സ്വത്ത് അടിച്ചു മാറ്റാനായി ഇതിന്റെ പിന്നിൽ നടക്കുന്ന ആൾക്കാരാണ് സന്ദീപിന് കൊണ്ട് ഈ ഫയലുകളൊക്കെ തന്ന് സന്ദീപിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. എന്തായാലും സന്ദീപ് പറഞ്ഞ പോലെ തന്നെ സന്ദീപിന്റെ സ്റ്റോറികൾ തുടരട്ടെ. പിന്നെ ബിഷപ്പിന്റെ ബിഷപ്പ് പട്ടത്തെ കുറിച്ചൊക്കെ സന്ദീപ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ കേൾക്കണോ? ഇത് ഒത്തിരി ലെങ്ത് ആയി പോകുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത പാർട്ടുകളിൽ നമുക്ക് ഈ പറയുന്ന ബിഷപ്പ് പട്ടത്തെ കുറിച്ച് പറയാം. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബിഷപ്പിന്റെ അമ്മച്ചിയായിട്ടുള്ള മീനമ്മയുടെ സ്വത്ത് അടിച്ചു മാറ്റിയ കഥ. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. മീനമ്മയുടെ സ്വത്ത് അച്ഛൻ അടിച്ചു മാറ്റിയിട്ടില്ല. ആ അമ്മച്ചിയുടെ സമ്മതവും അമ്മച്ചിയുടെ സ്വമേധ ലെറ്റർ കയ്യിൽ എഴുതിയത് ഉണ്ട്. അമ്മയുടെ വോയിസ് ഇതാണ്. അമ്മയെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്ക്. ഇതാണ് അമ്മച്ചി. കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നത് നല്ല കാര്യമല്ല. ഏതൊരു യൂട്യൂബർ ആയാലും സത്യം മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്ന് പറയാനും പ്രവർത്തിക്കാനും. ഇവിടെ സന്ദീപ് എന്ന് പറയുന്ന ഒരാൾ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അത് മാത്രമല്ല, ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം, ഒരാളുടെ കുടുംബപരമായിട്ടുള്ള ഒരു കാര്യം, ഒരാളുടെ സ്വത്തുപരമായിട്ടുള്ള ഒരു കാര്യം, ഒരാളുടെ എന്താ പറയുക ആത്മീയമായിട്ടുള്ള ഒരു കാര്യം, ഇതെല്ലാം കൂടെ എടുത്തിട്ടിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറാനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, ഇദ്ദേഹത്തിന്റെ പള്ളിയിൽ പോകുന്ന, അവരുടെ സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും അത് ദോഷം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്ന് പറഞ്ഞുകൊണ്ട് കഥാരൂപേണ ഇട്ടിരിക്കുന്ന ഈ കഥയുടെ അല്ലെങ്കിൽ തിരക്കഥയുടെ തിരക്കഥാകൃത്ത് അറിയാനായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. എന്തായാലും പാർട്ട് 1 തൊട്ട് പാർട്ട് 4, 5 വരെ ആയല്ലോ. അപ്പൊ നമുക്കും തുടങ്ങാം ഒരു പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3ഉം പാർട്ട് 4ഉം ഒക്കെ. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ അറിയേണ്ട പ്രേക്ഷകർക്ക് ഞാൻ മുഖേന അറിയിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മീനമ്മയുടെ സ്വത്ത് അടിച്ചു മാറ്റിയതല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ പറയുന്ന ബിഷപ്പ് 1 കല്യാണം കഴിച്ചു, 2 കല്യാണം കഴിച്ചു, അതിലൊരു കൊച്ചുണ്ടെന്ന് മാത്രമേ ഇപ്പോൾ ഈ സന്ദീപ് പറഞ്ഞു വെച്ചിട്ടുള്ളൂ. എന്നാൽ ബിഷപ്പ് 15 കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന യൂട്യൂബർമാരും ഉണ്ട്. അപ്പോ നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യേണ്ടത് ഇവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബിഷപ്പിന്റെ കല്യാണം ഒന്നുകൂടെ അങ്ങോട്ട് കഴിപ്പിക്കാം. ഞാനുണ്ടാകും മുന്നേ. അപ്പൊ കഴിപ്പിച്ച് നമുക്ക് ഈ പറയുന്ന ബിഷപ്പിനെ ഒരു ഓഡിറ്റോറിയത്തിലോട്ട് അങ്ങോട്ട് ഇരുത്തണം. ഒരു ഇന്നോവ കാറിൽ, ഒരു 10-20 ഇന്നോവ കാറിലോട്ട് ഈ ഭാര്യമാരെയൊക്കെ അങ്ങോട്ട് ഇരുത്തിയിട്ട് നമുക്ക് നേരെ സ്റ്റേജിലോട്ട് കൊണ്ടുവരാം. അല്ലെ പോട്ട് 2-3 ഇന്നോവ കാർ ആയാലും മതി. കൊണ്ടങ്ങോട്ട് ഇറക്കി ബിഷപ്പിനെ നടുക്കി ഇരുത്തിയിട്ട് 4 അപ്പുറത്തെ സൈഡിൽ 7, ഇപ്പുറത്തെ സൈഡിൽ ഒരു 8, ആ ലെവലിൽ നമുക്ക് അങ്ങോട്ട് ഇരുത്താം. ഇരുത്തി കഴിഞ്ഞിട്ട് ബിഷപ്പിന്റെ ഒരു വട്ടം കൂടെ നമുക്ക് അങ്ങോട്ട് കെട്ട് നടത്താം. അങ്ങനെ ഈ പറയുന്ന പിന്നെ പിള്ളേരുണ്ടെന്നൊക്കെയാ പറയുന്നത് കേട്ടോ. അപ്പൊ പിള്ളേരുടെയൊക്കെ DNA കൊണ്ടൊക്കെ വന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനുമായിട്ട് അങ്ങോട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അതുകൂടെ നമുക്ക് അങ്ങോട്ട് ക്ലിയർ ആക്കാം. ഏത് ഇപ്പം ബിഷപ്പിനാണെങ്കിൽ എന്തായാലും ഇത്രയൊക്കെ സ്വത്തുണ്ട്. അപ്പൊ സ്വത്തുള്ളപ്പോ ബിഷപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ബിഷപ്പിന്റെ ഹട്ടിന്റെ തൊട്ടടുത്തായിട്ട് ഒരേ കളറിലുള്ള കുറെ വീടുകൾ അങ്ങോട്ട് പണിയാൻ പറ്റും. അപ്പൊ അങ്ങനെ പണിത് വെച്ച് കഴിഞ്ഞാൽ ഈ 15 കൊച്ചമ്മമാർക്കും അതോടെ നിൽക്കട്ടെ, 15 കൊച്ചമ്മമാരുടെ വിവരം അറിഞ്ഞിട്ടില്ലായിരിക്കും ചിലപ്പോൾ സന്ദീപ് 2 എണ്ണത്തിന്റെ മാത്രമേ ഇപ്പൊ അറിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി വരും ദിവസങ്ങളിൽ ബാക്കി കൊണ്ടുവരുമായിരിക്കും. ഓക്കെ, ഇപ്പൊ 2 എന്ന് പറയാം. ഈ 2 കൊച്ചമ്മമാരെ ഈ ബിഷപ്പിന്റെ ഹട്ടിന്റെ മുമ്പിലായിട്ട് 2 ഒരേ കളറുള്ള ഒരേപോലെയുള്ള 2 വീട് പണിത് കൊടുത്തിട്ട് അതിലോട്ട് അങ്ങ് പാർപ്പിക്കാം. അതാകുമ്പം കൊച്ചമ്മമാരുടെ അടുത്ത് പോകാനും എളുപ്പമായി. എങ്ങനെ? പിന്നെ കുട്ടികളുണ്ടെങ്കിൽ DNA പ്രത്യേകം ഓർത്തോണം. DNA ഒക്കെ തെളിയിക്കുന്നത് കൊണ്ട് വരണം. പിന്നെ ഈ പറയുന്ന ഭാര്യമാരുടെ വോയിസ് കൃത്യമായിട്ടും കൊണ്ടുവരണം. ഈ പറയുന്ന ബിഷപ്പിന്റെ അമ്മയ്ക്ക് പ്രായമായി വരികയാണ്, പെങ്ങൾക്കാണെങ്കിൽ സുഖമില്ലാതിരിക്കുകയാണ്. അവർക്കൊരു സഹായമാവും. കാരണം ഈ മനുഷ്യൻ ഇപ്പോഴും തനിച്ച് താമസിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. നമുക്കത് നടത്തി കൊടുക്കണം. കാരണം എനിക്ക് എന്തായാലും ഇത് കേട്ടപ്പോൾ സന്തോഷമാകുന്നേ. ഈ പുള്ളിക്കാരൻ എപ്പോൾ നോക്കിയാലും വയ്യ, ഞാൻ ഗുളിക കഴിച്ചാണ് ജീവിക്കുന്നത്,
ഇനി ഞാൻ എന്തൊക്കെ ഉള്ള ഗുളികയാണ് കഴിക്കുന്നതെന്നാ പറയുന്നത്. അപ്പം ഒരു ഡോക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം നോക്കുമല്ലോ, ഒരു ടീച്ചറെ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ നേർവഴി നടത്തുമല്ലോ. ഇതൊക്കെ എപ്പം നോക്കിയാലും ഈ സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെ ഓരോ കാര്യത്തെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയല്ലയോ, അപ്പൊ അദ്ദേഹത്തെ ഒന്ന് നേർവഴി നടത്തും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ നേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, ഡോക്ടർ ആയാലും കുഴപ്പമില്ല, ആരായാലും നിങ്ങൾ കൊണ്ടുവരണം. പക്ഷെ ആ കൊണ്ടുവരുമ്പോൾ നല്ല തെളിവ് സഹിതം കൊണ്ടുവരണം. ഈ പറയുന്ന ഈ ഡോക്ടറിന്റെ വോയിസ്, ഈ ബിഷപ്പിന്റെ ഭാര്യ എന്ന് പറയുന്നവരുടെ വോയിസ് കൊണ്ടുവരണം. കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഇവര് എന്താ പറയാ ഡൈവോഴ്സോ അങ്ങനെ എന്തെങ്കിലും കളഞ്ഞിട്ട് പോയിട്ടുണ്ടോ ആ ഡീറ്റെയിൽ കാര്യങ്ങളും കൊണ്ടുവരണം. അതൊക്കെയാണ് ഇതിന്റെ അകത്തെ ഒരു കറക്റ്റ്. അല്ലാതെ ഒരു വ്യക്തിയെ കുറിച്ച് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ട് കുറെ പേര് ഉണ്ടാകും. അതിനുവേണ്ടി ഞാൻ ഇതിന്റെ അടുത്ത പാർട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.